ഹലോ ഗായ്സ്, വെൽക്കം ടു ഗായ് വിച്ചു വ്ളോഗ്സ്. ഒരുപാട് നാളത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത് തന്നെ. ആൻഡ് ഇപ്പോഴാണ് അതിന് പറ്റിയൊരു ടൈമായ ഒരു ബ്രേക്ക് എടുത്തത് ഫ്രം ദിസ് ഹെക്ടിക് ലൈഫ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഫ്രം ദിസ് ബ്യൂട്ടിഫുൾ ഷാർജ ടു അനദർ ബ്യൂട്ടിഫുൾ സിറ്റി ബുർജ് ദുബായ്. അവിടെ ടൈറ്റാനിക് ഓഫ് ദുബായ് എന്നറിയപ്പെടുന്ന ക്യൂൻ എലിസബത്ത് ഹോട്ടലിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ നിങ്ങളും പോന്നോളൂ. ഞങ്ങൾ അങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് വ്ളോഗ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അവരുടെ റിസപ്ഷൻ ഏരിയ. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ഇവിടെ അവർ ഓരോരോ ഡെക്ക് എന്തൊക്കെയുണ്ട്, ഏതൊക്കെ ഫ്ലോറിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഡെക്കിൽ ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, റൂംസ്, ലോഞ്ച്, എവ്രിതിങ് ഈസ് മെൻഷൻഡ് ഹിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. വാവ്, എന്ത് ഭംഗിയാ, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. നമ്മളൊക്കെ ടൈറ്റാനിക് സിനിമയൊക്കെ കണ്ട ഒരു ഇതേ ഉള്ളൂ നമ്മൾ. പക്ഷേ നേരിട്ടൊരു ഷിപ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഇത്രയും തൊട്ടടുത്തൊരു ഷിപ്പ് കാണുന്നത്. അങ്ങനെ ഞങ്ങളെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് യെസ്, സോ ഐ എം സോ എക്സൈറ്റഡ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ആൻഡ് എക്സ്പ്ലോർ. സോ ഹാപ്പി ദറ്റ് ഞങ്ങൾക്ക് ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരു സ്റ്റേ. ആൻഡ് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ഹാപ്പി ആക്കും അല്ലേ. വാവ്, വാട്ട് എ വ്യൂ, ലവ്ഡ് ഇറ്റ്. Entry. Wow. So here comes the game changer. ഇതിൽ എവിടെയാണ് നമുക്ക് പോകേണ്ട സ്ഥലം? റിവോൾവിംഗ് കാർ ലിഫ്റ്റ്. പിച്ചുവിൻ്റെ കാറാണോ ഇത്? ഞങ്ങൾ വന്ന് കാറാണ് കേട്ടോ. അത് ഞങ്ങൾ കാർ ലിഫ്റ്റ് കൊടുത്തേക്കാണ്, റിവോൾവിംഗ് കാർ ലിഫ്റ്റ്. പണ്ടത്തെ വലിയ പണക്കാരൊക്കെ കാർ ഇതിനകത്താണ്. അവർ കാറും കൂടെ കൊണ്ടുപോകും, കാരണം തിരിച്ചു വരുമ്പം അതിൽ കൂടെ തന്നെ പോകാമല്ലോ. ലിഫ്റ്റ്, ഇതാണ് നമ്മുടെ ലിഫ്റ്റ്. Stair. This is cute. This is our lift. So, I'm on the third floor. Are you excited? Wow. ടൈറ്റാനിക് ഒക്കെ ഓർമ്മ വരുന്നു അല്ലേ. ആൻഡ് ദിസ് ഇസ് അവർ റൂം. വാവ്,
Oh my god. Super. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വിശന്നിട്ട് വയ്യായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും നമുക്കറിയാവുന്ന കളികളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഡിസ്പ്ലേ ഉള്ളു. ഇത് പഴയ 5 സെന്റ് ആണോ 5C ഡിസ്പ്ലേ ഉള്ളു. നല്ല വ്യൂ ആണ്. വെയില് കല്ല് നല്ല ചൂടുണ്ട്. പിന്നെ ചൂട് കുറഞ്ഞ സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. പക്ഷെ റൂമെല്ലാം അടിപൊളി പക്ക. നല്ല നമുക്കൊരു ലക്ഷറി ഫീൽ കിട്ടും. നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു സുപ്പീരിയർ റൂം. ബഡ്ജറ്റ് ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും. എന്നാലും നല്ല എക്കണോമിക് ആയിട്ട് നമുക്ക് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു. ഇതാണ് പിയാനോ. ഓപ്പൺ ചെയ്ത് വെച്ചു. അറിയാവോ പ്ലേ? സംഗീതം പഠിക്കുന്ന മുഹമ്മദ് ചെന്ന് കയറിയത് പഴയൊരു സിംഹത്തിൻ്റെ മടി. പ്ലേ ചെയ്തേ? പ്ലേ ചെയ്ത് ഇതിനൊരു അങ്ങോട്ടൊക്കെ വേറെ കേസും കൂടെ കേൾക്കാലോ. അവർക്കിപ്പോൾ മനസ്സിലാവും നമ്മളോട് വന്നത്. അതിനെന്താ, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാം. ഞാൻ പറയട്ടെ, വീഡിയോ ഒക്കെ എടുക്കാം. അല്ല സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാം. മയത്തിൽ എടുക്കണം, വേറെ ഒന്നുമില്ല. ഇവിടെ വെണ്ടയ്ക്കാൻ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ക്യാമറ കണ്ടെടുക്കുക. അവർ വന്നിട്ട് തെറി പറയാനുള്ള ഇടപെട്ടിട്ട് ഞാൻ അതിനകത്ത് വരയ്ക്കണേ. റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ നമുക്ക് കാണാം റേറ്റ്സ് 55 പെർ പേഴ്സൺ. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് നമുക്ക് തലാപത്ത് വഴി ഓർഡർ ചെയ്യാം, കൗണ്ടറിൽ നിന്ന് മേടിക്കാം. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ചെക്കിൻ ചെയ്ത് ഞങ്ങൾ ഫുഡ് വാങ്ങിയിട്ട് ഫുഡ് മേടിച്ചു. അപ്പം കാരണം രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ലഞ്ചും ഡിന്നറും നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാം. തലാപത്തൊക്കെ അവൈലബിൾ ആണ്. എക്കണോമിക്കലി കൈ നിൽക്കും. 55% per person, 55 ഓക്കെ. ആണോ? കുടിനാണോ ആരും ഓർക്കത്തില്ല. എന്ത് വേണേലും നിങ്ങൾക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്.
നല്ലൊരു എന്താ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ടാണ്. അതെ, കുറച്ചും കൂടെ സമാധാനം വേണമെങ്കിൽ ഇപ്പുറത്ത് ബാറുണ്ട്. തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ കൗണ്ടർ. യെസ്, അപ്പോൾ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്ന് വ്യൂ ആയിട്ട് കാണാം. ആക്ച്വലി നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് എൻട്രൻസ് ത്രൂ ഷിപ്പിൻ്റെ 3 എൻട്രൻസുകളുണ്ട്. ഇങ്ങോട്ട് വരാൻ പറ്റും. നോർമൽ റൂംസിലൊക്കെ തള്ളിയിട്ട് കയറാൻ പറ്റും. ഏത് പടമാണ് ഇവിടെ ഓടുന്നത്? ഓ, ദിസ് ഈസ് നോട്ട്. ഇവിടെ നാടകമാണ്, ലൈവ് പ്ലേസ് നടക്കുന്ന ഉണ്ടോ? നീ അങ്ങോട്ട് കിടന്ന് ഫ്രണ്ടിലേക്ക് ഒക്കെ. കൊള്ളുന്നുണ്ട്. ഒരു വലിയ സിനിമാ പ്രേമിയും ഒരു സിനിമാ നടനാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്താണ് ഇപ്പോൾ ഈ സ്റ്റേജിൽ പറയാനുള്ളത്? സ്റ്റേജിൽ കയറി എന്ന് പറ. വലിയൊരു നടനാകുമ്പോൾ ഇങ്ങനെ അവാർഡൊക്കെ വാങ്ങാൻ പോകണം കേട്ടോ. എനിക്ക് ഞാൻ ബാക്കിൽ പോയി എടുക്കട്ടെ. ഞാനെന്നോ ചാല സൂക്ഷിച്ചു. ഹലോ ഗൈസ്, ഇവിടെ ഏതോ ലേഡീസ് ട്രിപ്പ് വന്നിട്ടുണ്ട്. ഫുൾ ലേഡീസാണ് ഇവിടെ. ലേഡീസ് നേട്ടപ്പോൾ ഇവിടെ ഇരുന്നുണ്ട്. ഇച്ച് ബോറടിച്ചിരിക്കുക, വേഗം വരാൻ. ഒരു സ്കൾപ്ചർ ഉണ്ട്, നോക്കിക്കേ വെച്ച് അവിടെ ഇരുന്ന് തിരിഞ്ഞ്. ടയേർഡായിരിക്കാം. ഹലോ ഗൈസ്, അപ്പം സമയം 7 മണിയായി. അപ്പം നമ്മളിവിടുത്തെ നൈറ്റ് വ്യൂ കാര്യങ്ങൾ എങ്ങനെയാണെന്നോ. നേരത്തെ ഭയങ്കര വെയിലായിക്കൊണ്ട് വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വെയിൽ, കണ്ണ് കടിച്ചു വന്നിട്ട് വരുന്നു. അപ്പം നമുക്ക് ഷിപ്പിന് മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പം നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട്
നമ്മുടെ ലീഡോ അല്ലേ, ലീഡോ റെസ്റ്റോറന്റ് ആ വഴി പോയിട്ട് ആ സൈഡിൽ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടും. അല്ലാത്ത പക്ഷം ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ആ സെലക്ടഡ് റൂമുകളുടെ ബാൽക്കണിയിലാണ് നല്ല വ്യൂ കിട്ടുക. അത് ഏറ്റവും മേലുള്ള വ്യൂ. അതിന്റെ പേര് സൺഡെക്ക്. അത് വലിയ പണക്കാർക്ക് മാത്രമുള്ള അങ്ങനെയൊന്നുമില്ല, ആണ്, അവർക്കല്ലേ ആക്സസ് ഉള്ളൂ അവരുടെ റൂമിൽ നിന്ന്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ ഈ ബഡ്ജറ്റ് ബഡ്ജറ്റ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തു. മിററാണ് ഗൈസ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നത്തെ നല്ലൊരു ഗുഡ് സ്ലീപ്പായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബെഡ് രണ്ടെണ്ണമായിട്ടാണ് ട്വിൻ ബെഡ് പോലെ ഇട്ടേക്കണം. അതുകൊണ്ട് തിരിഞ്ഞു പറയാൻ പറ്റിയില്ല, അത് നീങ്ങി പോവായിരുന്നു. അപ്പം ഞങ്ങൾ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ അല്ലേ വെച്ച്. അവിടെ പോയിട്ട് ബാക്കി കാണിക്കാം. ഞാൻ പാൻ കേക്ക് എടുത്തു. ഞങ്ങൾ എല്ലാത്തിൽ നിന്നും ഓരോന്ന് എടുത്ത്. ഇത് ഫ്രൈഡ് റൈസ് ഉണ്ട്, അങ്ങനെ കുറച്ച്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി എന്താണ് എൻ്റെ അഭിപ്രായം? പറഞ്ഞോളൂ. രാജാനും രാജ്ഞിക്കും എന്താ പറയാനുള്ളത്? അങ്ങനെ ഇന്ത്യൻ കുസൈൻ അങ്ങനെയൊന്നുമല്ല, നല്ല എന്താ പറയുക ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എന്താ ഇഷ്ടപ്പെട്ടു? എനിക്ക് ആഷ് ബ്രൗൺ അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെട്ടു. നമ്മൾ നോൺ വെജ് ലവേഴ്സ് ആയതുകൊണ്ട് ട്രൈ ചെയ്തു. അതെ, ഹോട്ട് ഡോഗ് അങ്ങനത്തെ സാധനം എല്ലാം ട്രൈ ചെയ്തു. ഫ്രൂട്ട്സ് ഒക്കെ നല്ല ക്വാളിറ്റി, എല്ലാ സാധനവും നല്ലത്. ഇന്ത്യൻ കുസൈൻ പ്രതീക്ഷിച്ച് പോയത്. എനിക്കൊക്കെ ആയിരുന്നു. അങ്ങനെ പറയുള്ളൂ. റൊട്ടേറ്റ്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഷിപ്പിനെ പറ്റി കുറച്ചൊന്നും പഠിക്കാം. 1969 വരെ ഈ QE2 എന്ന് പറഞ്ഞ ഷിപ്പ് സ്റ്റീമിലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് ശേഷമാണ് ഇവിടെ
ഡീസൽ. ആ അങ്ങനെ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ വെളിയിലെത്തിയിരിക്കുകയാണ്. ഓ ചൂട്, മൈ ഗോഡ്. കടലെടുക്കട്ടെ, വാ.
എടുക്കാം.